ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ തമിഴിൽ പുറത്തിറങ്ങിയ രായൻ എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായകനായ രായന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. രായന് 2 സഹോദരന്മാരുണ്ട്, മുത്തുവേലും മാണിക്യവും. 4ാമതൊരു കുട്ടിയെ കൂടി പ്രസവിക്കാൻ പോവുകയാണ് അവരുടെ അമ്മ. നിങ്ങൾക്ക് അനിയനെയാണോ അനിയത്തിയാണോ വേണ്ടതെന്ന് രായൻ ചോദിക്കുന്നുണ്ട്. മുത്തുവേലും മാണിക്യവും പറയുന്നത് തങ്ങൾക്ക് അനിയനെ മതിയെന്നാണ്. എന്നാൽ രായൻ ആവശ്യം ഒരു അനിയത്തിയായിരുന്നു. അന്നത്തെ രാത്രി ദൈവം രായന്റെ പ്രാർത്ഥനയാണ് കേട്ടത്. അവൻ ഒരു അനിയത്തി പിറന്നു. തന്റെ അനിയത്തിക്ക് രായൻ ദുർഗ എന്ന് പേര് വെക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഇവരുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ ടൗൺ വരെ പോയിട്ട് വരാമെന്ന്. എന്നാൽ അങ്ങനെ പോയ അച്ഛനും അമ്മയും പിന്നീട് തിരിച്ചു വന്നില്ല. 2 ദിവസം അവർ അച്ഛനും അമ്മയും കാത്തിരുന്നു. അവരെ കാണാഞ്ഞ കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പൂജാരിയുടെ അടുത്തേക്ക് പോയിട്ട് വിവരങ്ങൾ പറയുന്നു. 2 ദിവസമായിട്ട് ശക്തമായ കാറ്റും മഴയുമാണ്. അവരുടെ അച്ഛനും അമ്മയും എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കാണാമെന്നും പൂജാരിക്ക് തോന്നുന്നു. തൽക്കാലം നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറയുകയാണ് പൂജാരി. അങ്ങനെ അന്നത്തെ രാത്രി അവർ 4 പേരും പൂജാരിയുടെ വീട്ടിൽ നിൽക്കുന്നു. എന്നാൽ ആ പൂജാരി ഒരു ദുഷ്ടനായിരുന്നു. മറ്റൊരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ സഹോദരി ദുർഗയെ അയാൾക്ക് വിൽക്കാനായിരുന്നു ആ പൂജാരി ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയ രായൻ അയാളെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ രായന്റെ കയ്യിൽ നിന്നും ദുർഗയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. തന്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രായൻ അവിടെ വെച്ച് ആ പൂജാരിയെ കൊല്ലുന്നു. എന്നിട്ട് സഹോദരിയെ അനിയന്മാരെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്നൊരു വണ്ടിയിൽ കയറി ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വണ്ടി പിറ്റേന്ന് രാവിലെ മദ്രാസിലെത്തുന്നു. അവിടെ വെച്ച് ആ ലോറി ഡ്രൈവർ അവരെ എല്ലാവരെയും കാണുന്നു. അയാൾ രായനോട് കാര്യങ്ങൾ തിരക്കുന്നു. രായൻ നടന്ന സംഭവങ്ങളെല്ലാം അയാളോട് പറയുന്നുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത കാരണം തനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ അയാളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അയാൾ ആ മാർക്കറ്റിൽ രായൻ ഒരു ജോലി ശരിയാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ എവിടെ താമസിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ കടത്തണ്ണയിൽ എവിടെയെങ്കിലും കിടന്നോളാന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 1 മാസത്തോളം രായൻ ശേഖറിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. 1 മാസം കഴിയുമ്പോൾ അവന്റെ ശമ്പളം കൊടുക്കാൻ ശേഖർ അവന്റെ അടുത്തേക്ക് വരുന്നു. അന്ന് രായൻ ശേഖറിനോട് ആവശ്യപ്പെടുന്നുണ്ട് അനിയത്തിയും കൊണ്ട് തെരുവിൽ കിടക്കുന്നത് വലിയ കഷ്ടമാണ്, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു മുറി സംഘടിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ശേഖർ രായനും സഹോദരങ്ങൾക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രായൻ അതേ മാർക്കറ്റിൽ തന്നെ ചെറിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിന് ചുറ്റുമുള്ള കടകളെല്ലാം തന്നെ മറ്റൊരാളുടേതായിരുന്നു. അയാൾ ശേഖറിനെ വന്ന് കണ്ടിട്ട് പറയുന്നുണ്ട് ചുറ്റുമുള്ള കടകളെല്ലാം ഞങ്ങളുടേതാണ്, നടുക്ക് നിൽക്കുന്ന ആ ഒരു ഷോപ്പും കൂടി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അത് ആരുടേതാണെന്ന് ശേഖറിനോട് ചോദിക്കുന്നു. നിങ്ങൾ എത്ര വിചാരിച്ചാലും അതവൻ വിൽക്കില്ല എന്നാണ് ശേഖർ പറയുന്നത്. അത് രായന്റെ ഷോപ്പായിരുന്നു. ഇവരിത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രായന്റെ അനിയൻ മുത്തുവേൽ അവിടേക്ക് വരുന്നത്. ഷോപ്പ് വാങ്ങിക്കാൻ വന്നവർ മുത്തുവേലിനോട് കാര്യം സംസാരിക്കുന്നു. എന്തൊക്കെ വന്നാലും ആ ഷോപ്പ് വിൽക്കില്ല എന്നാണ് മുത്തുവേൽ പറയുന്നത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ തർക്കമാവുകയും മുത്തുവേൽ ആ വാങ്ങിക്കാൻ വന്ന ആൾക്കാരെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ദേഷ്യം വന്ന അവര് പറയുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിലും ഭേദം ഞാൻ ദുരേനോട് പോയി സംസാരിച്ച് നേരിട്ട് ഡീലാക്കുന്നതായിരുന്നു എന്ന്. ദുരൈ ആ നാട്ടിലെ വലിയൊരു റൗഡിയായിരുന്നു. മുത്തുവേൽ അയാളുടെ തലയിൽ ഒരു ബിയർ ബോട്ടിൽ എടുത്ത് അടിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അയാളെ എല്ലാരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്താണ് മുത്തുവേലിന്റെ കാമുകി മേഖല അവിടേക്ക് വരുന്നത്. അവർ തമ്മിൽ വേറൊരു കാര്യത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയാണ്. ഈ മുത്തുവേല് ചില ദിവസം രാത്രിയിൽ മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകാറുണ്ട്. അത് മേഖലയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അവളും നീ എനിക്ക് ഒരുപോലെയല്ല എന്നും നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്നും മുത്തുവേല് മേഖലയോട് പറയുന്നു. എന്നാൽ പോലും മേഖലയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ പേരിൽ വഴക്കിട്ട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. അന്ന് വൈകുന്നേരം ഷോപ്പിൽ പാചകം ചെയ്തുകൊണ്ട് നിന്ന രായന്റെ അടുത്തേക്ക് മേഖല വന്ന് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേട്ടൻ അവനെ ഒന്ന് ഉപദേശിക്കണമെന്നും അവനിങ്ങനെ മറ്റു സ്ത്രീകളുടെ അടുത്ത് പോകുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നും മേഖല പറയുന്നു. ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് രായനും പറയുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ മുത്തുവേലും മാണിക്യവും അവിടേക്ക് വരുന്നുണ്ട്. അവർ 2 പേരും രായനെ ഷോപ്പിൽ സഹായിക്കുകയായിരുന്നു. രായൻ മുത്തുവേലിനോട് പറയുന്നുണ്ട് മേഖലയെ പോലൊരു പെണ്ണിനെ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല, അതുകൊണ്ട് മറ്റ് സ്ത്രീകളുടെ അടുത്ത് പോകുന്ന പരിപാടി നിർത്തിയിട്ട് അവളെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാനാണ് രായൻ പറയുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവരെ ഇത്രയൊക്കെ വലുതാക്കിയത് രായനായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സീരിയസ്നെസ് എപ്പോഴും രായന്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് കടയെല്ലാം അടച്ചിട്ട് ദുർഗയ്ക്കുള്ള ഫ്രൈഡ് റൈസുമായിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് എല്ലാരും ആഹാരം കഴിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ശേഖർ വന്ന രായനോട് പറയുന്നുണ്ട് തലേന്ന് രാത്രി ബാറിൽ വെച്ച് മുത്തുവേലും ആ കട വാങ്ങാൻ വന്ന ആളും തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. അയാൾ ഇപ്പോൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ദുരേണ്ണൻ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അയാളെ ആദ്യമേ പോയി നീ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇനിയാണ് ഈ മൂവിയിലെ മെയിൻ വില്ലനായ ദുരയെ കാണിക്കുന്നത്. അയാളെ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു വില്ലനായ സേതുരാമനും വന്നിട്ടുണ്ടായിരുന്നു. ഈ സേതുരാമന്റെ അച്ഛനെ പണ്ട് ദുര കൊന്നതാണ്. അതുകൊണ്ട് ഇവർക്കിടയിൽ കാലങ്ങളായിട്ട് ശത്രുതയുണ്ട്. ഒരു അവസരം കിട്ടിയാൽ പരസ്പരം 2 പേരും കൊല്ലാൻ വേണ്ടി തുനിഞ്ഞു നിൽക്കുകയായിരുന്നു. അതേസമയം തന്നെ ആ നാട്ടിലേക്ക് പുതിയൊരു AC ചാർജ് എടുക്കാൻ വരുന്നു. അയാൾ ആ നാട്ടിലെ എല്ലാ മെയിൻ റൗഡികളെയും പറ്റിയും പഠിക്കുന്നുണ്ട്. അതിലെ മെയിൻ ആൾക്കാർ ഈ ദുരയും സേതുരാമനുമായിരുന്നു. സേതുരാമൻ പോയി കഴിയുമ്പോൾ ദുരയെ കാണാൻ വേണ്ടിട്ട് രായൻ അവിടേക്ക് വരുന്നുണ്ട്. കട വാങ്ങാൻ വന്ന ആള് ചേട്ടന്റെ പേര് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വരട്ടിയത് തന്നെ. ഞങ്ങളുടെ ആകെയുള്ള വരുമാന മാർഗം ആ കടയാണ്, അതങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് രായൻ പറയുന്നു. ദുര രായനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പണ്ട് മുതലേ രായന്റെ ക്യാരക്ടർ എന്താണെന്ന് ദുരയ്ക്കറിയാം. തന്റെ ഗ്യാങ്ങില് പണ്ടേ രായനോട് ചേരാൻ വേണ്ടി ദുര പറഞ്ഞതാണ്. എന്നാൽ അന്നൊന്നും രായൻ അതിന് കൂട്ടാക്കിയില്ല. ഈ വിഷയത്തിൽ
താൻ എന്തായാലും ഇടപെടുന്നില്ല എന്ന് ദൂരെ പറയുന്നുണ്ട്. ആ അടികൊണ്ട് ആള് കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയി സംസാരിച്ച് അയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ദൂരെ പറയുന്നു. അങ്ങനെ അവിടെ നിന്നും രായനും ശേഖറും ഇറങ്ങി പോവുകയാണ്. ഈ ദുരയുടെ ഗ്യാങ്ങിലേക്ക് പുതുതായിട്ട് വന്ന ഒരു പയ്യൻ അറിയാതെ രായന്റെ ദേഹത്ത് തട്ടുന്നു. രായൻ ഒന്നും മിണ്ടാതെ പോവുകയായിരുന്നു. എന്നാൽ ആ പയ്യനാകട്ടെ തിരിഞ്ഞു നിന്ന് രായനെ എന്തൊക്കെയോ പറയുന്നു. ഇത് കേട്ട് ദുരെ അവനെ പിടിച്ചിർത്തിട്ട് ചോദിക്കുന്നു, നീ തുടക്കക്കാരനായോണ്ടാ നിനക്ക് അവനെ കുറിച്ച് അറിയാത്തതെന്ന്. നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ആ രായനെന്നും അയാൾ പറയുന്നു. മുത്തുവേലിനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആകെയുള്ള വഴി ആ കേസ് പിൻവലിപ്പിക്കുക എന്നതാണ്. രായൻ അങ്ങനെ ആ അടികൊണ്ട് ആളെ കാണാൻ പോകുന്നു. എന്തൊക്കെ വന്നാലും ശരി, ഞാൻ കേസ് പിൻവലിക്കില്ല എന്നും എന്റെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടാലും നിന്റെ അനിയനെ ഞാൻ ജീവിതകാലം മുഴുവൻ ജയിലിലിടുമെന്നുമാണ് അയാൾ പറയുന്നത്. അതുവരെ അയാളോട് മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന രായൻ അവന്റെ തനി സ്വരൂപം കാണിക്കുന്നു. നീ എന്റെ അനിയനെതിരെയുള്ള കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിന്നെ കൊന്ന് ജീവിതകാലം മുഴുവൻ എനിക്ക് ജയിലിൽ കിടക്കുന്നതിന് ഒരു മടിയുമില്ല എന്ന് രായൻ പറയുന്നു. അവന്റെ ആ ഭീഷണി കേട്ടതും അയാളൊന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ കേസ് പിൻവലിക്കുന്നു. അങ്ങനെ മുത്തുവേല് പുറത്തിറങ്ങുന്നുണ്ട്. അന്ന് രാത്രി മേഖല മാണിക്യത്തിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഈ ചേട്ടനെ ഒന്ന് ചിരിച്ചു പോലും കാണാറില്ലല്ലോ എന്ന്. അച്ഛനും അമ്മയും പോയ ശേഷം ഞങ്ങളെ ചേട്ടൻ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയൊരു ഫേസിലാണ് ചേട്ടൻ ഇരിക്കുന്നത്. ആകെ ചേട്ടൻ ചിരിക്കുന്നത് ദുർഗയോട് സംസാരിക്കുമ്പോഴാണ്. മുത്തുവേൽ ഇങ്ങനെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഓരോ പ്രശ്നങ്ങളിൽ പോയി പെടുന്നതിന് മേഖല അവനുമായിട്ട് വഴക്കിടുന്നുണ്ട്. അന്ന് രാത്രി അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് മുത്തുവേലി ചെല്ലുന്നുണ്ട്. രായൻ അനിയത്തി ദുർഗയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള ആഗ്രഹത്തിലായിരുന്നു. നല്ലൊരു പയ്യനെ നോക്കി ശേഖർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. മാണിക്യം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇലക്ഷന് അവന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. എന്നാൽ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ ആ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവൻ അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. MLA യുടെ മകനായിരുന്നു എതിർസ്ഥാനത്ത് നിൽക്കുന്നത്. അവന്മാര് പോലീസിനെ വെച്ച് പോലും ഈ മാണിക്യത്തിനെ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് പോലും തന്റെ നോമിനേഷൻ പിൻവലിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. ആ പോലീസുകാരാകട്ടെ ഈ റൗഡികളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവരുടെ ഏരിയയിലെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ AC ഈ ഒരു നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചോദിച്ച് വന്നതായിരുന്നു. പണ്ട് അയാളുടെ അച്ഛനെയും ഇതേ നാട്ടിൽ വെച്ചാണ് കുറെ റൗഡികൾ ചേർന്ന് കൊന്നത്. അയാളുടെ അച്ഛനും ഒരു പോലീസുകാരനായിരുന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ റൗഡികളെ എല്ലാം തന്നെ എങ്ങനെയും തീർക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കോളേജിലെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങിയതോടുകൂടി രായനോട് മാണിക്യം കാര്യങ്ങൾ പറയുന്നു. ചേട്ടൻ ഇതിൽ ഇടപെടണമെന്നും പറയുന്നു. എന്നാൽ താൻ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും വഴിതിരിക്കുന്നതെന്ന് രായന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ നോമിനേഷൻ നീ അങ്ങ് പിൻവലിച്ചേക്കാനാണ് രായൻ മാണിക്യത്തിനോട് പറയുന്നത്. മാണിക്യത്തിന് ആ നോമിനേഷൻ പിൻവലിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് കാരണം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. മുത്തുവേല് വന്ന് മാണിക്യത്തിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ രായനോട് പറയാൻ നിന്നതെന്ന്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡീൽ ചെയ്തേനെ. മാണിക്യത്തിന് ദേഷ്യവും വിഷമവും എല്ലാം വരാൻ തുടങ്ങി. അടുത്ത സീനിൽ കാണിക്കുന്നത് സേതുവിന്റെ വീടാണ്. സേതുവിന് 2 ഭാര്യമാരുണ്ട്. രണ്ടാമത്തെ ഭാര്യയുടെ പേര് അന്നം എന്നായിരുന്നു. എന്നാൽ അന്നത്തിന്റെ അടുത്തേക്ക് സേതു ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അവന്റെ ആദ്യത്തെ വൈഫിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ പേരിൽ അവർക്കിടയിൽ എന്നും പ്രശ്നങ്ങളായിരുന്നു. അന്ന് രാത്രി സേതു തന്റെ രണ്ടാമത്തെ വൈഫിന്റെ അടുത്തേക്ക് പോകുന്ന വഴി കുറെ ഗുണ്ടകൾ അവനെ ആക്രമിക്കുന്നുണ്ട്. ദുരയുടെ ആൾക്കാരാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അവർക്കിടയിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. കുറെ ആൾക്കാർ മരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് ദുരയുടെ ആൾക്കാരല്ലായിരുന്നു. ആ AC അയച്ച കുറച്ച് ഗുണ്ടകളായിരുന്നു അത്. ദുരയ്ക്കും സേതുവിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് AC ശ്രമിച്ചുകൊണ്ടിരുന്നത്. അയാൾ അതിനുവേണ്ടി അയച്ച ആൾക്കാർ തിരിച്ച് അയാളുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഞങ്ങളിൽ കുറച്ചു പേർ മരിച്ചു പോയെന്ന് അവർ പറയുന്നു. എന്നാൽ AC ഒന്നും നോക്കാതെ ഇവരെയും കൊല്ലുകയാണ്. കൂടെ നിന്ന പോലീസുകാരൻ ഇതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാൻ പാടില്ല. ഇവന്മാര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരെടുത്തെങ്കിലും ഇതൊക്കെ പറയും. അതുകൊണ്ട് ഒന്നും ഞാൻ അവശേഷിപ്പിക്കാറില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവരെയെല്ലാം കൊന്നത്. പിറ്റേന്ന് ദുർഗയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണ്. എന്നാൽ കാണാമെന്ന ചെക്കന്റെ വീട്ടുകാര് കുറച്ചുകൂടി സ്ത്രീധനം ചോദിക്കുന്നു. തനിക്കുള്ളതെല്ലാം ദുർഗയ്ക്ക് കൊടുക്കാമെന്ന് രായൻ പറയുന്നുണ്ട്. തന്റെ കടയും അവളുടെ പേരിൽ എഴുതി വെച്ചേക്കാം. എന്നാൽ അനിയന്മാര് ഇതിനെ ചോദ്യം ചെയ്യുന്നു. ആകെയുള്ളത് ആ കടയാണ്. അതും കൂടി ദുർഗയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കുമെന്ന് അനിയന്മാര് ചോദിക്കുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് രായൻ പറയുന്നത്. അങ്ങനെയൊരു വിവാഹം തനിക്കും വേണ്ടെന്ന് ദുർഗ പറയുന്നുണ്ട്. എന്നാൽ നീ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നും ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോ ഒന്നുമില്ലാതെയാണ് വന്നതെന്നും അതുകൊണ്ട് ഒന്നുമില്ലാത്തടത്തുനിന്ന് വീണ്ടും തുടങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നും രായൻ പറയുന്നു. അങ്ങനെ അനീതിയുടെ കല്യാണം അവർ ഫിക്സ് ചെയ്യുകയാണ്. ഇതറിഞ്ഞിട്ട് മേഖലയുടെ അച്ഛൻ മുത്തുവേലിനോട് വന്ന് സംസാരിക്കുന്നു. നിന്റെ അനിയത്തിക്ക് മാത്രം നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ നീ കണ്ടുപിടിച്ചു. എന്റെ മകളെ നിന്നെ പോലെ ജോലിയും കൂലി ഇല്ലാത്ത ഒരുത്തന് ഞാനെന്തിനു കെട്ടിച്ചു തരണമെന്നും അയാൾ ചോദിക്കുന്നുണ്ട്. ദേഷ്യം വന്ന മുത്തുവേല് അയാളെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയാണ്. അന്ന് രാത്രി ദുരയുടെ ആൾക്കാർ ബാറിൽ നിന്ന് മദ്യപിക്കുകയായിരുന്നു. സേതുരാമന്റെ ആൾക്കാർ ദുരയുടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ആ ബാറിലേക്ക് വരുന്നുണ്ട്. അതേ ബാറിൽ തന്നെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു മുത്തുവേലും. തന്റെ അച്ഛനെ അടിച്ചു തറഞ്ഞിട്ട് മേഖല വന്ന് അവനോട് വഴക്കിടുന്നുണ്ട്. അവള് വായിൽ തോന്നിയതൊക്കെ അവനെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു.
അവിടെ ഇരുന്ന ദുരയുടെ ആൾക്കാര് വേറെന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയായിരുന്നു. എന്നാൽ തന്നെ നോക്കിയാണ് അവർ ചിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മുത്തുവേല് അവരുമായിട്ട് വഴക്കിടുന്നു. അങ്ങനെ അവർക്കിടയിൽ അടി നടക്കുമ്പോഴാണ് ഈ ദുരയുടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് സേതുരാമന്റെ ആൾക്കാർ അവിടേക്ക് വരുന്നത്. പിന്നെ അവിടെ എല്ലാരും തമ്മിൽ ആകെ അടി നടക്കുകയാണ്. എന്താ നടക്കുന്നതെന്ന് മുത്തുവേലിന് മനസ്സിലാകുന്നില്ല. തന്റെ കണ്ണിൽ കണ്ടവനെ എല്ലാം തന്നെ മുത്തുവേലും കുത്തുന്നുണ്ട്. അതിനിടയിൽ അവന്റെ ശരീരത്തിലും ആരോ കത്തി കുത്തി കയറ്റുന്നു. ദുരയ്ക്കും സേതുരാമനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെല്ലാം തന്നെ ആ പോലീസുകാരാണല്ലോ. അതുകൊണ്ട് അവരിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കത്തിക്കുത്തുകൊണ്ട് മുത്തുവേലാകട്ടെ വഴിയിൽ വീണ് കിടക്കുന്നുണ്ട്. ആ ബാറിലേക്ക് പോയി നോക്കുന്ന പോലീസുകാർ കാണുന്നത് അവിടെ എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ്. വഴിയിൽ കിടന്ന മുത്തുവേലിനെ കണ്ടപ്പോ ഇതാരാണെന്ന് AC ചോദിക്കുന്നു. ചിലപ്പം ദുരയുടെ ആളായിരിക്കുമെന്ന് കൂടെ വന്ന പോലീസുകാരനും പറയുന്നുണ്ട്. എന്തായാലും അവന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാൻ ആ AC പറയുന്നുണ്ട്. മുത്തുവേലിന് കുത്തേറ്റെങ്കിലും അവന്റെ ബോധം പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തുവേലിനെ കാണാത്ത കാരണം മാണിക്യവും രായനും അന്വേഷിച്ചിറങ്ങിയതാണ്. കുറച്ചു കഴിയുമ്പോൾ അവനെ അവിടെ നിന്ന് കണ്ടെത്തുകയും അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നിട്ട് അവന്റെ മുറിവെല്ലാം ദുർഗ വെച്ച് കെട്ടുന്നുണ്ട്. ബാറിൽ നടന്ന പ്രശ്നത്തെക്കുറിച്ച് രായനോട് മുത്തുവേല് പറയുന്നുണ്ട്. അവൻ വീണ്ടും ഇങ്ങനെ ഓരോ അടിക്കേസിൽ ചെന്നപ്പെടുന്നതിൽ രായൻ അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് ശേഖർ രായനെ വിളിക്കുന്നത്. ബാറിൽ നടന്ന അടിപിടിക്കിടെ ദുരയുടെ മകനെ ആരോ കൊന്നുവെന്നാണ് ശേഖർ പറയുന്നത്. ഇത് കേട്ടതും രായൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കുത്തിയത് ഈ മുത്തുവേലായിരുന്നു. മുത്തുവേലിന്റെ കൈകൊണ്ട് തന്നെയാണ് ദുരയുടെ മകനും മരിച്ചിരിക്കുന്നത്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ വിവരം എങ്ങനെയോ ദുര അറിഞ്ഞു. ദുര അപ്പോൾ തന്നെ രായനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ അനിയനെ രാവിലെ തന്നെ എനിക്ക് വിട്ടുതരുന്നതാ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ ആരെയും ഞങ്ങൾ വെച്ചേക്കില്ല എന്ന്. നേരം വെളുത്തു കഴിഞ്ഞാൽ ദുര തങ്ങളെ വെച്ചേക്കില്ല എന്ന് മനസ്സിലായ രായനാകട്ടെ രണ്ടും കൽപ്പിച്ച് ദുരയുടെ സങ്കേതത്തിലേക്ക് ചെല്ലുന്നു. തങ്ങളെ കൊല്ലുന്നതിന് മുൻപ് തന്നെ ദുര ഉൾപ്പെടെയുള്ള എല്ലാവരെയും തന്നെ രായനും സംഘവും കൊല്ലുകയാണ്. ഇതൊന്നും തന്നെ നാട്ടുകാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവര് രാവിലെ എഴുന്നേറ്റ് ഒന്നും അറിയാത്ത പോലെ കടയിലേക്ക് പോകുന്നു. ദുരയും ഗ്യാങ്ങിനെയും ആരാണ് കൊന്നതെന്ന് എല്ലാവരും തന്നെ അവിടെ ചർച്ച നടത്തുകയാണ്. സേതുരാമനാണ് അത് ചെയ്തതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇവിടെ സേതുരാമൻ ആകെ കൺഫ്യൂഷനിലിരിക്കുകയാണ്. ദുരയെ കൊന്നത് ആരായിരിക്കും എന്ന് ആലോചിച്ച്. ഇതിനിടയ്ക്ക് മുത്തുവേലി രായനോട് പറയുന്നുണ്ട്, ദുരയുടെ ബിസിനസ് എല്ലാം തന്നെ ഇവിടെ കിടപ്പുണ്ട്. ദുര ഉൾപ്പെടെ എല്ലാവരും മരിച്ച്, വേണമെങ്കിൽ നമുക്കതെല്ലാം കൈക്കലാക്കാമെന്ന്. ഇതെല്ലാം കേട്ട് രായന് ദേഷ്യം വരുന്നുണ്ട്. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കില്ല അല്ലേന്ന് ചോദിക്കുന്നു. നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അനിയത്തിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ നോക്കുക. അവളൊരു കുടുംബമായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. അതിനിടയ്ക്കാണ് നീ ഉണ്ടാക്കി വെക്കുന്ന ഓരോരോ പ്രശ്നങ്ങള്. നാട്ടിലെല്ലാവരും സേതുവാണ് ദുരയെ കൊന്നതെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇവിടെ താമസിക്കാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് രായന് സേതുവിന്റെ കോള് വരുന്നുണ്ട്. പിറ്റേന്ന് തന്നെ ഒന്ന് വന്ന് കാണണമെന്ന്. അങ്ങനെ രായൻ സേതുവിനെ കാണാൻ പോകുന്നു. നീയല്ലേ ദുരയെ കൊന്നതെന്ന് സേതു അവനോട് ചോദിക്കുന്നു. താനല്ല എന്ന് രായൻ പലതവണ പറയുന്നു. പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞതാ എന്റെ ഗ്യാങ്ങിൽ വന്ന് ചേരാൻ, എന്നാൽ നീ അത് കേട്ടില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് എന്റെ കൂടെ നിന്നൂടെ എന്ന് രായനോട് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ രായൻ അതിനൊരു മറുപടിയും പറയുന്നില്ല. വീണ്ടും വീണ്ടും സേതു പറയുന്നുണ്ട്, നീ തന്നെയാണ് ദുരയെ കൊന്നതെന്ന്. എന്നാൽ രായൻ പറയുന്നു, ശരി, ഞാൻ തന്നെയാണ് ദുരയെ കൊന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദുരയെ കൊന്ന എനിക്ക് നിന്നെ കൊല്ലാനും അധികം സമയം വേണ്ടി വരില്ല. അത് കേട്ടതും സേതു ഒന്ന് ഞെട്ടി. പക്ഷെ ഞാൻ അങ്ങനെ കൊല്ലില്ല, കാരണം ദുരയെ കൊന്നതും ഞാനല്ല. ദുരയെ കൊന്നത് താനാണെന്ന് പറയാതെ തന്നെ അവൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത്രയും പറഞ്ഞിട്ട് രായൻ അവിടെ നിന്നും പോവുകയാണ്. സേതുവിന് ഉറപ്പായി അവൻ തന്നെയാണ് ദുരയെ കൊന്നതെന്ന്. ഒന്നുകിൽ ഈ രായൻ നമ്മുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കാനേ പാടില്ല എന്ന് സേതുവിന് തോന്നുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് രായനെ ഫോളോ ചെയ്യാൻ സേതുവിന്റെ ആൾക്കാർ തീരുമാനിക്കുകയാണ്. അനിയത്തിയുടെ കല്യാണ ആവശ്യത്തിനായിട്ട് രായൻ ഒരിടത്തു നിന്നും കാശ് വാങ്ങിക്കുന്നുണ്ട്. അവൻ കാശും വാങ്ങി അന്ന് രാത്രി അവിടുന്ന് പോകുന്ന വഴിക്ക് സേതുവിന്റെ ആൾക്കാർ അവനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ രായൻ അവരെ എല്ലാവരെയും തന്നെ കൊല്ലുകയാണ്. ഇനി സേതുവിനെ വെച്ചേക്കുന്നത് ശരിയാവില്ല എന്ന് രായന് മനസ്സിലായി. അവൻ ശേഖരനോട് പറയുന്നുണ്ട്, വിവാഹത്തിന് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് സേതുവിനെയും കൊന്നിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. സേതു ആകട്ടെ എങ്ങനെയെങ്കിലും രായനെ കൊല്ലണമെന്ന് നടക്കുന്നു. രായൻ അതിനു മുമ്പ് സേതുവിനെ കൊല്ലണമെന്ന് നടക്കുന്നു. ഇതിനിടയ്ക്ക് ഈ ദുര ഉൾപ്പെടെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ കൊന്നത് ആരാണെന്ന് ഈ പോലീസുകാരും അന്വേഷിച്ചു നടക്കുകയാണ്. അതിന്റെ പിന്നിൽ സേതു അല്ലാന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് മേഖല വന്ന് മുത്തുവേലിനോട് പറയുന്നുണ്ട്, താൻ പ്രഗ്നന്റ് ആണെന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം. അതിനു മുൻപ് നീ നല്ലൊരു ജോലി കണ്ടെത്തിയേ പറ്റൂ. ഇനിയും താൻ ഇങ്ങനെ നടന്നാൽ പറ്റില്ല എന്ന് മുത്തുവേലിന് തോന്നുന്നു. അവൻ ഓരോയിടത്തും പോയി ജോലി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവൻ ആരും തന്നെ ജോലി കൊടുക്കുന്നില്ല. അങ്ങനെ ദുർഗയുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് രായൻ ശേഖരനോട് പറയുന്നുണ്ട്, താൻ സേതുവിനെ കൊല്ലാൻ പോവുകയാണെന്ന്. തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഈ കല്യാണം ഒരു മുടക്കവും കൂടാതെ നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത് അവിടെ നിന്ന്. അങ്ങനെ ഒളിച്ചും പാത്തും ശേഖരന്റെ വീട്ടിൽ കയറിയ രായൻ കാണുന്നത് ദുർഗയെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. രായൻ തനിക്കെതിരെ പ്ലാൻ ഇടുന്നതെല്ലാം തന്നെ സേതു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു മുൻപേ തന്നെ അവർ ദുർഗയെ പൊക്കിയിരുന്നു. അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സേതുവിന്റെ ആൾക്കാർ വന്നിട്ട് രായനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. രായൻ എങ്ങനെയൊക്കെയോ ദുർഗയും കൊണ്ട് പുറത്തു കിടക്കുന്നു. എന്നാൽ പുറത്ത് ഓട്ടോയിൽ വന്ന കുറച്ച് ആൾക്കാരാകട്ടെ ദുർഗയെ തട്ടിക്കൊണ്ടു പോകുന്നു. രായൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഓട്ടോയും കൊണ്ട് അവര് പോയിട്ടുണ്ടായിരുന്നു. ഈ റൗഡികളുമായിട്ട് രായൻ വലിയ ഫൈറ്റ് നടത്തുകയാണ്. അതിനിടയ്ക്ക് അവിടേക്ക് മുത്തുവേലും
മുത്തുവേലും മാണിക്യവും വരുന്നു. അവരെ കണ്ടതും സേതുവിന്റെ ആൾക്കാർ പറയുന്നുണ്ട് ഈ രായനെ കൊല്ലാൻ. ഇത് കേട്ടതും മുത്തുവേലും മാണിക്യവും ഞെട്ടുന്നു. അവർ രണ്ടുപേരും സേതുവിന് വേണ്ടി ഒരാളെ കൊല്ലാനാണ് ഇവിടേക്ക് വന്നത്. എന്നാൽ കൊല്ലേണ്ടത് സ്വന്തം ചേട്ടനെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അനിയന്മാർ തന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന കണ്ടിട്ട് രായനും ഒന്ന് ഞെട്ടി. എന്നാൽ ഏൽപ്പിച്ച ജോലി ചെയ്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് മുത്തുവേൽ ആദ്യം രായനെ കുത്തുന്നു. രായൻ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട് മാണിക്യവും രായനെ കുത്തുന്നു. രായന്റെ ബോധം പോയി അയാൾ അവിടെ നിലത്ത് വീഴുകയാണ്. മുത്തുവേലും മാണിക്യവും നേരെ സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ കൊല്ലാൻ പറഞ്ഞത് ഞങ്ങളുടെ ചേട്ടനെ തന്നെയാണ്, എന്നാൽ തനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് സേതു. കുറച്ചു കഴിയുമ്പോൾ ദുർഗ തിരിച്ചു വരുന്നുണ്ട്. രായന്റെ അവസ്ഥ കണ്ടിട്ട് അവൾ രായനെ എടുത്തുകൊണ്ട് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ശേഖറും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടറിന്റെ സഹായത്തോടു കൂടി അവർ രായന്റെ ജീവൻ രക്ഷിക്കുകയാണ്. രായൻ മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്ത കാരണം സേതു തന്റെ ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. രായൻ മരിച്ചിട്ടില്ലെങ്കിൽ അവനെ കണ്ടുപിടിച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ മാണിക്യവും മുത്തുവേലും ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ്. സ്വന്തം ചേട്ടനെയാണ് നമ്മൾ കുത്തിയത്, നീ എന്തിനാ ചേട്ടനാണെന്ന് അറിഞ്ഞിട്ടും കുത്തിയതെന്ന് മാണിക്യം മുത്തുവേലിനോട് ചോദിക്കുന്നുണ്ട്. സേതുവണ്ണു വേണ്ടി അത് ചെയ്തേ പറ്റൂ. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിച്ച് മുത്തുവേലും നടന്നപ്പോൾ ആരും അവന് ജോലി കൊടുത്തില്ല. അന്ന് സേതുവാണ് അവനെ വിളിച്ച് ജോലി കൊടുക്കുന്നത്. അവൻ ആവശ്യമായ പണവും നൽകി. ആ പണമാണ് താൻ ജോലി ചെയ്ത് സമ്പാദിച്ചതെന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ കയ്യിൽ താൻ കൊണ്ടു കൊടുത്തതും അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി. പിന്നീട് അനിയത്തിയുടെ കല്യാണ ആവശ്യത്തിന് പണമുണ്ടാക്കാൻ വേണ്ടി സേതുവിന്റെ ഗ്യാങ്ങിലേക്ക് മുത്തുവേലും മാണിക്യത്തെ കൂടി ചേർക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും സേതുവിന്റെ ഗ്യാങ്ങിൽ ചേർന്നത്. ഇവരുടെ ഈ സംസാരം എല്ലാം തന്നെ പുറത്തു നിന്ന് ശേഖർ കേൾക്കുന്നുണ്ടായിരുന്നു. നാളെ ദുർഗയുടെ കല്യാണമാണ്. ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗയോട് എന്ത് പറയുമെന്ന് അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. രായനെ കുത്തിയത് സ്വന്തം സഹോദരങ്ങൾ തന്നെയാണെന്ന് ശേഖർ ദുർഗയോട് പറയുന്നു. അത് കേട്ട് ദുർഗ ശരിക്കും ഞെട്ടുന്നു. അവരെ രണ്ടുപേരെയും കൊല്ലാനുള്ള ദേഷ്യം അപ്പോൾ ദുർഗയ്ക്കുണ്ടായിരുന്നു. പിറ്റേന്ന് ദുർഗയുടെ കല്യാണ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. എന്നാൽ ദുർഗയെ റൂമിലൊന്നും കാണാത്ത കാരണം മുത്തുവേലും മാണിക്യവും ആകെ ടെൻഷനിലായി. അവളുടെ കല്യാണം മുടങ്ങി. വന്നവരെല്ലാം വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. ആകെ തകർന്നിരുന്ന മുത്തുവേലും മാണിക്യവും ശേഖരനെ കാണാൻ ചെല്ലുന്നുണ്ട്. ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നു. ചേട്ടനെ കുത്തിയ ശേഷം നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലെ ഇവിടെ വന്നതൊക്കെ ചോദിക്കാൻ സാധിക്കുന്നതെന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു. എല്ലാ സത്യങ്ങളും ദുർഗയും ശേഖറും മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്നും പേടിച്ചു പോവുകയാണ്. രായൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ സേതുവിന്റെ ആൾക്കാരാകട്ടെ രായനെ കൊല്ലാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇത്തവണ അണ്ണനെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ പോകുന്ന വിവരം മുത്തുവേലിനും മാണിക്യത്തിനും അറിയാമായിരുന്നു. എന്നാൽ അവരൊന്നും തന്നെ ചെയ്യുന്നില്ല. മാണിക്യം ഇടയ്ക്കിടയ്ക്ക് മുത്തുവേലിനോട് പറയുന്നുണ്ട് നമുക്ക് അണ്ണനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. എന്നാൽ ഇനി അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് മുത്തുവേല് പറയുന്നത്. സേതുവിന്റെ ആൾക്കാര് രായൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവിടെ വലിയ അക്രമം നടത്തുകയാണ്. അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ദുർഗയും ശേഖറും എങ്ങനെയൊക്കെയോ അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എല്ലാവർക്കും പരിക്കു പറ്റുന്നു. രായൻ അപ്പോൾ അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് ഒരാൾ ദുർഗയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും രായൻ ഉണരുകയും അയാളെ കൊല്ലുകയും ചെയ്യുന്നു. തന്നെ കൊല്ലാൻ വന്ന സേതുവിന്റെ ആൾക്കാരെ എല്ലാം തന്നെ രായൻ കൊന്നു. എന്നിട്ട് ശേഖറിനോട് പറയുന്നുണ്ട് ഇവരുടെ എല്ലാം ഡെഡ് ബോഡി സേതുവിന്റെ വീടിന്റെ മുൻപിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിടാൻ. തന്റെ ആൾക്കാരുടെ എല്ലാം ഡെഡ് ബോഡി കണ്ട സേതുവും ഇത് കണ്ട് പേടിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും രായനെയും കൂട്ടി ശേഖറും ദുർഗയും പോകുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിലേക്കാണ്. അവിടെ വെച്ച് അവനെ ശുശ്രൂഷിച്ച് പഴയ പടിയിലാക്കാനായിരുന്നു അവരുടെ ശ്രമം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. രായനെ അന്വേഷിച്ച് സേതുവിന്റെ ആൾക്കാർ നാട്ടിലെല്ലാം തെരഞ്ഞു നടപ്പാണ്. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. അതിനിടയ്ക്ക് മുത്തുവേല് മേഖലയെ വിവാഹം കഴിക്കുകയും അവർക്കൊരു കുഞ്ഞു പിറക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ രായന് സേതുവിന്റെ ആൾക്കാരോട് ഇത്രയും പക തോന്നാൻ കാരണം മറ്റൊന്നുകൂടിയുണ്ട്. രായന് കുത്തേൽക്കുന്നതിന് മുമ്പ് ദുർഗയെ സേതുവിന്റെ ആൾക്കാർ ഓട്ടോയിൽ പിടിച്ചുകൊണ്ട് പോയിരുന്നല്ലോ. അതിൽ സേതുവിന്റെ വലങ്കയായ ആളാകട്ടെ ദുർഗയെ റേപ്പ് ചെയ്തിരുന്നു. ആ സത്യം ഇതുവരെയും ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ട് ശേഖർ ഞെട്ടി. ദുർഗയോട് അവരങ്ങനെ കാണിച്ചതിൽ താൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നും അവരെയെല്ലാം കൊല്ലുമെന്നും തന്നെയാണ് രായൻ പറയുന്നത്. എന്നാൽ ദുർഗ പറയുന്നത് തനിക്ക് സംഭവിച്ചത് താൻ ക്ഷമിക്കും, എനിക്ക് സംഭവിച്ചതിന് ഞാൻ പകരം ചോദിക്കില്ല. പക്ഷേ എന്റെ ചേട്ടനെ അവർ കുത്തിയതിന് ഞാൻ പകരം ചോദിക്കും. മാണിക്യത്തിനെ മുത്തുവേലിനെയും താൻ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ദുർഗ പറയുന്നത്. അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവശനിലയിലായിരുന്ന രായൻ പതിയെ പതിയെ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് രായൻ ഒരു ദിവസം ശേഖറിനെ സേതുവിന്റെ വീട്ടിലേക്ക് അയക്കുന്നു. നീ നിന്റെ വലങ്കയായിട്ട് കൊണ്ടു നടക്കുന്നവനെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ശേഖർ പറയുന്നു. അവൻ ദുർഗയെ റേപ്പ് ചെയ്തു. അത് കാരണം രായൻ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് സേതുവും ഞെട്ടി. കാരണം അയാൾക്ക് അറിയില്ലായിരുന്നു ദുർഗയെ അവൻ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യം. എന്നാൽ സേതുവിന് അവനോട് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അവനെ വിട്ടുകൊടുക്കാനും വയ്യ. അപ്പോഴാണ് മറ്റൊരു കാര്യം ശേഖർ പറയുന്നത്. അവനെ വിട്ടില്ലെങ്കിൽ നിന്റെ രണ്ടാമത്തെ വൈഫ് അന്നത്തിനെയും വെറുതെ വിടില്ല. രായനും ദുർഗയും ചേർന്നിട്ട് അന്നത്തിനെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിരുന്നു. അന്നത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാതെ സേതുവിന് ആ ഡീല് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു. പിറ്റേന്ന് ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അന്നത്തിനെ അവിടെ വെച്ച് കൈമാറാമെന്നും പറയുന്നു. സേതുവിന്റെ വലങ്കയായിട്ടുള്ള ദുർഗയെ റേപ്പ് ചെയ്ത അവനെയും അവരവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അന്നത്തെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു സേതു തന്റെ ആൾക്കാരോട് പറഞ്ഞത്. പക്ഷെ അവിടെ വെച്ച് അവർ അന്നത്തെ ഇറക്കി വിടുന്നതിന് മുൻപ് തന്നെ ഇവനെയും തട്ടിക്കൊണ്ട് പോവുകയാണ്.
കുറെ ദൂരം പോയ ശേഷം അന്നത്തിനെ ഒരിടത്ത് ഇറക്കി വിടുന്നു. എന്നിട്ട് ദുർഗയെ റേപ്പ് ചെയ്ത ആളെയും കൊണ്ട് അവരവരുടെ താവളത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ദുർഗ തന്നെ അവനെ കൊല്ലുന്നു. സേതുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മാണിക്യമാകട്ടെ ആകെ സങ്കടത്തിലായിരുന്നു. ചേട്ടനോട് മാപ്പ് പറയണമെന്ന് അവന് തോന്നുന്നു. അവൻ ശേഖറിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ചേട്ടനെ നേരിട്ട് കാണണമെന്നും എല്ലാത്തിനും മാപ്പ് പറയണമെന്നും പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് ശേഖർ പറയുന്നു. അങ്ങനെ അവരെവിടെയോ വെച്ച് കാണാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സേതു ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മാണിക്യം ശേഖറിനെ കാണാൻ പോകുന്നതിന് മുൻപ് തന്നെ മാണിക്യത്തിനെ അവൻ ഓരോ ജോലി പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് മാണിക്യത്തിന് പകരം സേതു തന്റെ ആൾക്കാരെ ആ സ്ഥലത്തേക്ക് അയക്കുകയാണ്. ശേഖർ ആകട്ടെ ദുർഗയോട് പറഞ്ഞിട്ടാണ് അവിടേക്ക് പോകുന്നത്. മാണിക്യം തന്നെ വിളിച്ചിരുന്നുവെന്നും എന്തോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞു. കോംപ്രമൈസ് ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശേഖർ അവിടേക്ക് പോകുന്നത്. പക്ഷേ അവിടെ എത്തി സേതുവിന്റെ ആൾക്കാര് ശേഖറിനെ ക്രൂരമായി കൊല്ലുന്നു. രായൻ എവിടെയെന്ന് ചോദിച്ചിട്ട് ശേഖർ ഒരു തവണ പോലും അത് പറയാൻ കൂട്ടാക്കിയില്ല. പിറ്റേന്ന് ശേഖറിന്റെ ഡെഡ് ബോഡി കണ്ട രായനും ദുർഗയും ആകെ തകർന്നു പോകുന്നു. തലേന്ന് ശേഖർ മാണിക്യത്തിനെ കാണാനാണ് പോയത്. അതുകൊണ്ട് മാണിക്യം തന്നെയായിരിക്കും ശേഖറിനെ കൊന്നതെന്ന് ദുർഗ പറയുന്നുണ്ട്. ശേഖറിനെ സേതു കൊന്നതറിഞ്ഞിട്ട് മുത്തുവേലും വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. കൊല്ലും കൊലയും തുടർന്നതോടുകൂടി പോലീസുകാർ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. AC വന്ന് എല്ലാരെയും കാണുന്നു. കോംപ്രമൈസ് ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് കോംപ്രമൈസ് ആക്കണമെന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇനി ഇതിന്റെ പേരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും കുത്താനും കൊല്ലാനും നിൽക്കരുതെന്നാണ് അയാൾ പറയുന്നത്. ഒടുവിൽ അയാളുടെ മുൻപിൽ വെച്ച് എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അനിയന്മാരും രായനോട് എല്ലാത്തിനും മാപ്പ് പറയുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവിടെ അമ്പലത്തിലെ വലിയൊരു ഫെസ്റ്റിവൽ ആണ്. ആ ഫെസ്റ്റിവലിന് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പാട്ടും ഡാൻസും എല്ലാം നടക്കുന്നതിനിടയ്ക്ക് ദുർഗയാകട്ടെ നേരെ പോയി മാണിക്യത്തിനെ കുത്തുകയാണ്. എന്റെ ചേട്ടനെ നീ ഇങ്ങനെയല്ലേ കുത്തിയതെന്ന് പറഞ്ഞിട്ടാണ് അവള് മാണിക്യത്തിനെ കുത്തുന്നത്. രായനോട് സ്വന്തം അനിയന്മാര് ചെയ്ത കാര്യങ്ങളൊന്നും ദുർഗ മറന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ അതിന് പകരം വീട്ടാൻ ഒരു അവസരം കാത്തു തന്നെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ടതോടുകൂടി എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുകയാണ്. രായൻ പെട്ടെന്ന് തന്നെ ദുർഗയെ ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് അയക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സേതുവിന്റെ ആൾക്കാരോടും മുത്തുവേലിനോടും അവൻ ഫൈറ്റ് ചെയ്യുകയാണ്. സേതുവിന്റെ ആൾക്കാരെ എല്ലാം തന്നെ കൊല്ലുന്നു. സേതുവിനെയും കുത്തി പരിക്കേൽപ്പിച്ച ശേഷം തീയിട്ട് കൊല്ലുകയാണ് രായൻ. അവസാനമായിട്ട് അവൻ തന്റെ അനിയൻ മുത്തുവേലിനെയും കൊല്ലുന്നു. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ കോംപ്രമൈസ് എല്ലാം തന്നെ ഒരു നാടകമായിരുന്നു. ആ AC ഓൾറെഡി രായനോട് പറഞ്ഞ് സംസാരിച്ച കാര്യങ്ങളാണിതെല്ലാം. നീ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. സേതുവിനെയും ഗ്യാങ്ങിനെയും ഇല്ലാതാക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് നാട് കടത്താം. നിനക്ക് നല്ലൊരു ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യാം. ഇനി അതിന്റെ ഇടയ്ക്ക് നിനക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ദുർഗയുടെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും ആ AC അവന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ റൗഡികളെയും രായൻ കൊല്ലുന്നത്. മറ്റൊരു സ്ഥലത്ത് പോയി നല്ലൊരു ജീവിതം തുടങ്ങാൻ ആവശ്യമായ പണവും ആ AC വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി കൊണ്ട് സേതുവും അവന്റെ ഗ്യാങ്ങും മുത്തുവേലും മാണിക്യവും എല്ലാം തന്നെ മരിച്ചിരിക്കുന്നു. രായൻ ദുർഗയും കൂട്ടി അവിടെ നിന്നും സ്ഥലം മാറി പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് മേഖല അവിടേക്ക് വരുന്നു. തനിക്കും മുത്തുവേലിനും പിറന്ന കുഞ്ഞിനെ അവൾ രായന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ രക്തത്തിൽ തന്നെ പിറന്ന ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അവൾ അതിനെ കൊടുത്തിട്ട് പോകുന്നത്. ഒന്നും മിണ്ടാത്ത രായനും ദുർഗയും ആ കുട്ടിയെടുത്തുകൊണ്ട് ലോറിയിലേക്ക് കയറുന്നു. ഇവിടെ ആ AC രായനെ കാത്തിരിക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ പണവും ഉണ്ടായിരുന്നു, കൂടെ ഒരു തോക്കും ഉണ്ടായിരുന്നു. ഒന്നും അവശേഷിപ്പിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. രായൻ പണം വാങ്ങാൻ വരുമ്പം അവനെയും കൊല്ലാനായിരുന്നു അയാളുടെ തീരുമാനം. അയാൾ രായനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം രായന് ഓൾറെഡി തന്നെ ഈ ACയുടെ നീക്കങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോകാതെ അവിടെ നിന്നും രായൻ രക്ഷപ്പെട്ടു പോയതാണ്. അവൻ ബുദ്ധിമാനാണെന്ന് ആ ACയും പറയുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.